നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഏറ്റവും അതിപ്രധാനമായ ഒരു വാർത്തയിലേക്കാണ് നമ്മൾ പോകുന്നത്. രാഹുൽ ഈശ്വറിന് ജാമ്യം. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി നൽകിയ അതിജീവിതയ്ക്കെതിരെ സൈബർ അധിക്ഷേപം നടത്തിയതിന് അറസ്റ്റിലായ രാഹുൽ ഈശ്വറിന് 16 ദിവസങ്ങൾക്ക് ശേഷം ജാമ്യം കിട്ടിയിരിക്കുകയാണ്. 16 ദിവസത്തെ ജയിൽവാസത്തിന് ശേഷമാണ് അദ്ദേഹം ജാമ്യം കിട്ടി പുറത്തേക്ക് ഇറങ്ങാനിരിക്കുന്നത്. സൈബർ ഇടങ്ങളിൽ അതിജീവിതയെ അധിക്ഷേപിച്ചു എന്നതിനാലാണ് രാഹുൽ ഈശ്വറിനെ അറസ്റ്റ് ചെയ്തത്. രാഹുൽ ഈശ്വറിനെ കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് രേഖപ്പെടുത്തുകയുണ്ടായി. ജാമ്യം കിട്ടാവുന്ന വകുപ്പുകളായിരുന്നു ആദ്യം ചുമത്തിയത്. പക്ഷെ പിന്നീട് ജാമ്യമില്ലാ കുറ്റം ചുമത്തുകയായിരുന്നു. ശേഷം റിമാൻഡിലാവുകയും ചെയ്തു. തന്നെ അന്യായമായി കസ്റ്റഡിയിലെടുത്തു. ഇത് അറസ്റ്റ് നിയമവിരുദ്ധമാണ് എന്ന വാദങ്ങൾ ഉന്നയിച്ച് രാഹുൽ ഈശ്വർ ഉയർത്തിക്കൊണ്ടായിരുന്നു. ഈ വാദങ്ങൾ ഉന്നയിച്ച് രാഹുൽ ഈശ്വർ നിരാഹാര സമരം ചെയ്തിരുന്നു ജയിലിനുള്ളിൽ. പിന്നീട് അദ്ദേഹത്തെ റിമാൻഡ് ചെയ്തു. ഇതോടെ അദ്ദേഹം നിരാഹാരം അവസാനിപ്പിച്ചു. ആദ്യം ജില്ലാ ജയിലിലായിരുന്നു അദ്ദേഹത്തെ അയക്കിയിരുന്നത്. പിന്നീട് സെൻട്രൽ ജയിലിലേക്ക് മാറ്റുകയായിരുന്നു. ആശുപത്രിയിലേക്ക് മാറ്റുന്ന സാഹചര്യം ഉണ്ടായി. 2 പ്രാവശ്യം വാങ്ങുകയുണ്ടായി. ഇന്നും കസ്റ്റഡി അപേക്ഷ നൽകി കോടതി അത് അനുവദിച്ചിട്ടില്ല. പലപ്പോഴും അദ്ദേഹത്തെ നിരാഹാര സമരം തുടർന്നതിന് പിന്നാലെ അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതിയൊക്കെ മോശമായി. അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് മാറ്റുന്ന സാഹചര്യമുണ്ടായി. 2 പ്രാവശ്യം കസ്റ്റഡിയിൽ വാങ്ങുകയുണ്ടായി. ഇന്നും കസ്റ്റഡി അപേക്ഷ നൽകിയതാണ്. പക്ഷെ കോടതി അത് അനുവദിച്ചില്ല. 16 ദിവസം ഈ റിമാൻഡിലായിരുന്നു. കസ്റ്റഡിയിലൊക്കെ വാങ്ങിയതാണ്. ഇനി എന്തിനാണ് വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങിക്കുന്നതെന്ന ചോദ്യമാണ് കോടതി ചോദിച്ചത്. രാവിലെ ജാമ്യം അനുവദിച്ച് എന്തായാലും രാഹുൽ ഈശ്വറിന് ജാമ്യം അനുവദിച്ചിരിക്കുകയാണ്. ഉപാധികളോടെയുള്ള ജാമ്യമാണ് അനുവദിച്ചിരിക്കുന്നത്. എന്തൊക്കെയാണ് ഉപാധികൾ എന്ന കാര്യങ്ങളൊക്കെ ഒരു വ്യക്തത ഇനിയും വരേണ്ടതായിട്ടുണ്ട്. കൂടുതൽ വിശദാംശങ്ങളൊക്കെ കിട്ടേണ്ടതായിട്ടുണ്ട്. എന്തായാലും അദ്ദേഹത്തിന് ജാമ്യം നൽകിയിരിക്കുന്ന പ്രധാനമായും അതായത് ഇനി ഇത്തരത്തിലുള്ള സമാനമായ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടരുത് എന്നതടക്കമുള്ള നിർദ്ദേശം അദ്ദേഹത്തിന് നൽകിയിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ ഹാജരാകാനുള്ള നിർദ്ദേശവും രാഹുൽ ഈശ്വറിന് നൽകിയിട്ടുണ്ട്. ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ ഇനി ആവർത്തിക്കരുതെന്ന നിർദ്ദേശം കൂടി രാഹുൽ ഈശ്വർ നൽകിയിരിക്കുകയാണ്. അതായത് സമാനമായ നിരവധി കേസുകൾ നേരത്തെ ഉണ്ട് എന്നും പ്രോസിക്യൂഷൻ രാഹുലിനെതിരെ വാദിക്കുന്നുണ്ട്. അതായത് ഇനിയും പുറത്തിറങ്ങിയാൽ ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ ഏർപ്പെടാനുള്ള സാധ്യതയുണ്ട് എന്ന വാദവും ഉണ്ടായിരുന്നു. എന്തായാലും ഇത്തരത്തിലുള്ള തെറ്റുകൾ വീണ്ടും ആവർത്തിക്കാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള യാതൊന്നുമേ ആവർത്തിക്കരുതെന്ന നിർദ്ദേശം കൂടി രാഹുൽ ഈശ്വരൻ നൽകിയിട്ടുണ്ട്. സമാനമായ കുറ്റകൃത്യങ്ങൾ ഏർപ്പെടരുതെന്ന നിർദ്ദേശം പ്രധാനമായി അത് ഉപാധിയായി മുന്നോട്ട് വെച്ചിരിക്കുന്നത്. സാക്ഷികളെ സ്വാധീനിക്കരുത്, അന്വേഷണ സംഘത്തിന് മുമ്പിൽ ഹാജരാകണം എന്നതടക്കമുള്ള നിർദ്ദേശങ്ങൾ ഉപാധികളൊക്കെയാണ് രാഹുൽ ഈശ്വരൻ നൽകിയിരിക്കുന്നത്. പരാതിക്കാരി അപമാനിക്കരുത്, മാത്രമല്ല ഇത്തരത്തിലുള്ള ആരെയും സ്വാധീനിക്കാനോ അവരെ അപമാനിക്കാനോ ശ്രമിക്കരുത് എന്നതടക്കമുള്ള നിർദ്ദേശം രാഹുൽ ഈശ്വരന് നൽകിയിട്ടുണ്ട്. നമുക്കറിയാവുന്നതുപോലെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ അദ്ദേഹം തൻ്റെ ഈ ഒരു വിഷയത്തിൽ അതിജീവിതയ്ക്കെതിരെ ഇട്ടിട്ടുള്ള പോസ്റ്റുകളെല്ലാം പിൻവലിക്കാമെന്നൊരു വാദം മുന്നോട്ട് വെച്ചിരുന്നു. അതായത് തനിക്ക് അതെല്ലാം മാറ്റാനുള്ള താൻ തയ്യാറാണ് എന്നടക്കമുള്ള ഒരു സമ്മതമൊക്കെ രാഹുൽ ഈശ്വർ കോടതിക്ക് മുന്നിൽ വെച്ചതാണ്. പക്ഷേ അപ്പോഴും തള്ളിപ്പോയതായാലും ഇപ്പോൾ എന്തായാലും ജാമ്യം കിട്ടിയിരിക്കുകയാണ്. അദ്ദേഹം ഉടൻ തന്നെ പുറത്തേക്ക് ഇറങ്ങും. ഇനി പുറത്തിറങ്ങിയ ശേഷം എന്താണ് അദ്ദേഹത്തിന് നമുക്കറിയാവുന്നതുപോലെ തന്നെ കഴിഞ്ഞ ദിവസങ്ങൾ അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് മാറ്റുന്നു, കോടതിയിലേക്ക് കൊണ്ടുവരുന്നു. അപ്പോഴൊക്കെ അദ്ദേഹം മാധ്യമങ്ങളോട് വാദോരാതെ സംസാരിക്കുന്നുണ്ട്. തനിക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ എടുത്ത് ഉറക്കെ വിളിച്ച് പോകുന്നുണ്ട്. അപ്പോൾ ഇനി അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങുമ്പോൾ എന്തൊക്കെയാണ് അദ്ദേഹം പറയുക, എന്തൊക്കെ വെളിപ്പെടുത്തലുകളാണ് അദ്ദേഹത്തിന് പറയാനുള്ളത് എന്നതടക്കമുള്ളൊരു ചോദ്യം തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് ഉറ്റുനോക്കുകയാണ്. എന്തായാലും 16 ദിവസങ്ങൾക്ക് ശേഷം അദ്ദേഹം ജയിലിന് പുറത്തേക്ക് വരികയാണ്. അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയായിരുന്നു നേരത്തെ രാഹുലിന് ജാമ്യം നിഷേധിച്ചത്. പോലീസ് റിപ്പോർട്ട് പരിഗണിക്കുന്നതിനായി മാറ്റിവെച്ച ജാമ്യാപേക്ഷ കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കുകയായിരുന്നു. എന്തായാലും നിർണായകമായ ഒരു ഉത്തരവ് അദ്ദേഹത്തിനെ സംബന്ധിച്ച് തിരുവനന്തപുരം ജില്ലാ കോടതിയാണ് ഈ 16ാമത്തെ ദിവസം അദ്ദേഹത്തിന് ജാമ്യം അനുവദിച്ചുകൊണ്ട് ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA പ്രതിയായ ലൈംഗിക അതിക്രമ കേസിലെ ആദ്യത്തെ അതിജീവിതയെ അപമാനിച്ചെന്ന പരാതിയിലാണ് രാഹുൽ ഈശ്വറിന് ജാമ്യം ഇപ്പോൾ അനുവദിച്ചിരിക്കുന്നത്. ജാമ്യാപേക്ഷ തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് പരിഗണിച്ചത്. പോലീസ് റിപ്പോർട്ട് കിട്ടിയ ശേഷം പരിഗണിക്കാമെന്ന് അറിയിച്ചായിരുന്നു രാഹുലിന്റെ ജാമ്യാപേക്ഷ സെഷൻസ് കോടതി ഇന്നത്തേക്ക് മാറ്റിയിരുന്നത്. രാഹുൽ ഈശ്വറിനെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്ത് പരമാവധി തെളിവുകൾ ശേഖരിച്ച സാഹചര്യത്തിൽ പോലീസ് ഇന്ന് അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കുകയായിരുന്നു. റിമാൻഡിലുള്ള രാഹുൽ ഈശ്വർ നിലവിൽ ഇപ്പോൾ പൂജപ്പുര ജയിലിലാണ്. സാക്ഷികളെ സ്വാധീനിക്കരുത്, മറ്റ് കേസുകളിൽ പെടരുത്, ഇതൊക്കെ അദ്ദേഹം പാലിക്കേണ്ടിയിരിക്കുന്നു. ജാമ്യാപേക്ഷയിൽ ഇന്ന് വാദം പൂർത്തിയായതിനെ തുടർന്നാണ് ഉച്ചയ്ക്ക് ശേഷം ജാമ്യം നൽകിക്കൊണ്ടുള്ള വിധി വന്നത്. രാഹുൽ അന്വേഷണവുമായി സഹകരിക്കാത്തതിനാൽ 2 ദിവസത്തെ കസ്റ്റഡി കൂടി വേണമെന്ന
പ്രോസിക്യൂഷൻ ജാമ്യ ഹർജി എതിർത്തുകൊണ്ട് ആവശ്യപ്പെട്ടിരുന്നു. ആ ആവശ്യത്തെ കോടതി തള്ളി. 16 ദിവസമായി റിമാൻഡിലാണ്. അറിഞ്ഞുകൊണ്ട് ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് രാഹുൽ ഈശ്വറിന്റെ അഭിഭാഷകൻ വാദിച്ചു. ഇത്രയും ദിവസത്തിന് ശേഷം ഇനി എന്തിനാണ് വീണ്ടും കസ്റ്റഡി എന്നായിരുന്നു കോടതിയുടെ ചോദ്യം. വാദത്തിന് ശേഷം ഉത്തരവിനായി മാറ്റുകയായിരുന്നു. തുടർന്നാണ് ഇപ്പോൾ വിധി പറഞ്ഞത്. ഈ കേസിലെ മറ്റൊരു പ്രതി സന്ദീപ് വാര്യരുടെ മുൻകൂർ ജാമ്യാപേക്ഷ നാളെ പരിഗണിക്കും. നമുക്കറിയാം ഈ രാഹുൽ ഈശ്വർ അതുപോലെ തന്നെ സന്ദീപ് വാര്യർ, മഹിളാ കോൺഗ്രസ് നേതാവ് രഞ്ജിത പുളിക്കൻ അടക്കമുള്ളവർക്കെതിരെയാണ് പോലീസ് കേസെടുത്തത്. അതിജീവിതയുടെ ഒരു ഐഡന്റിറ്റി വെളിപ്പെടുത്തി അതിജീവിതയ്ക്കെതിരെ സംസാരിച്ചു എന്നീ കുറ്റങ്ങൾ ആരോപിച്ച് ഇതിൽ സന്ദീപ് വാര്യരുടെ ജാമ്യാപേക്ഷയും ഇന്ന് പരിഗണിക്കാനിരുന്നതാണ്. എന്തായാലും അത് നാളത്തേക്ക് മാറ്റിയിരിക്കുകയാണ്. എന്തായാലും രാഹുൽ ഈശ്വരന് നീണ്ട 16ാമത്തെ ദിവസം ജാമ്യം അനുവദിച്ചു കിട്ടിയിരിക്കുകയാണ്. അന്വേഷണവുമായി സഹകരിച്ചെന്നും ജാമ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കുകയാണെന്ന് രാഹുൽ ഈശ്വർ നേരത്തെ പറഞ്ഞിരുന്നു. എല്ലാവരും സത്യം മാത്രം പറയുക എന്നും രാഹുൽ പറഞ്ഞു. വൈദ്യ പരിശോധനയ്ക്കായി എത്തിച്ചപ്പോഴായിരുന്നു രാഹുൽ ഈ പ്രതികരണം നടത്തിയത്. ജയിലിൽ നിരാഹാരം കിടന്നിരുന്ന രാഹുൽ പിന്നീട് ഉപവാസം അവസാനിപ്പിച്ചിരുന്നു. നിരാഹാരം നിർത്തിയത് കിഡ്നിയെ ബാധിക്കുമെന്ന് ഡോക്ടർ പറഞ്ഞതുകൊണ്ടാണ് താൻ അത് നിരാഹാരം നിർത്തിയത് എന്നായിരുന്നു രാഹുലിന്റെ വിശദീകരണം. കിഡ്നിക്ക് പ്രശ്നമാവുമെന്ന് ഡോക്ടർ പറഞ്ഞു. 4 ദിവസം വെള്ളമില്ലാതെയും 5 ദിവസം ആഹാരമില്ലാതെയും കഴിഞ്ഞു. 11 ദിവസമായി സ്റ്റേഷൻ ജാമ്യം കിട്ടേണ്ട കേസാണ് എന്നാണ് രാഹുൽ മാധ്യമ അന്ന് പറഞ്ഞത്. കേസിൽ 5ാം പ്രതിയാണ് രാഹുൽ ഈശ്വർ. അതിജീവിതയ്ക്കെതിരെ അപകീർത്തികരമായ പരാമർശങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി നടത്തിയ രാഹുൽ ഈശ്വറിനെ നവംബർ 30 വീട്ടിൽ നിന്നായിരുന്നു പോലീസ് കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് ചെയ്തത്. അതായത് ഒരു ഞായറാഴ്ച വൈകുന്നേരത്തോടെയായിരുന്നു വീട്ടിലേക്ക് വന്ന അന്വേഷണ സംഘം രാഹുൽ ഈശ്വറിനെ കസ്റ്റഡിയിലെടുത്തത്. സ്വന്തം വാഹനത്തിൽ തന്നെയാണ് അദ്ദേഹം പോലീസ് സ്റ്റേഷനിലേക്ക്, അതായത് കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യാനായി എത്തിയത്. ചോദ്യം ചെയ്തതിനു ശേഷം രാഹുൽ ഈശ്വറിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തുകയായിരുന്നു. മാത്രമല്ല അന്വേഷണത്തോട് ആദ്യമൊന്നും രാഹുൽ ഈശ്വർ സഹകരിച്ചിരുന്നില്ല. പിന്നീട് അത് അന്വേഷണ സംഘം അത് പലപ്പോഴും കോടതിയിൽ വ്യക്തമാക്കുകയും ചെയ്തു. പുള്ളി അന്വേഷണത്തോട് സഹകരിക്കുന്നില്ല എന്നതടക്കമുള്ള ഒരു കാര്യമൊക്കെ പോലീസ് പരാതിയായി പറയുന്ന സാഹചര്യമുണ്ടായി. എന്തായാലും സാമൂഹിക മാധ്യമങ്ങളിലടക്കം പോസ്റ്റുകളടക്കം പിൻവലിക്കാമെന്ന് വാദത്തിനിടെ രാഹുൽ പിന്നീട് പറഞ്ഞിരുന്നു. പക്ഷേ കുറ്റകൃത്യത്തിന്റെ ഗൗരവം ചൂണ്ടിക്കാട്ടി കോടതി ജാമ്യം കഴിഞ്ഞ പ്രാവശ്യം നിഷേധിച്ചിരുന്നു. 2ാം തവണയായിരുന്നു നേരത്തെ കോടതി ജാമ്യം നിഷേധിച്ചത്. 3ാം തവണ രാഹുലിന് ജാമ്യം കിട്ടിയിരിക്കുകയാണ്. അദ്ദേഹം പുറത്തേക്ക് വരികയാണ്. എന്തായാലും എന്താണ് അദ്ദേഹത്തിന് പറയാനുള്ളത് എന്നതും ഏറ്റവും ശ്രദ്ധേയം. സമൂഹ മാധ്യമത്തിലൂടെ അധിക്ഷേപിച്ചെന്ന യുവതിയുടെ പരാതിയിലെടുത്ത കേസിൽ രാഹുൽ ഈശ്വറിനെ സൈബർ പോലീസാണ് അറസ്റ്റ് ചെയ്തത്. ആളെ തിരിച്ചറിയാൻ സാധിക്കും വിധമുള്ള വിവരങ്ങൾ പങ്കുവച്ചതായി ആരോപിച്ച് രാഹുൽ ഈശ്വർ, കോൺഗ്രസ് നേതാവ് സന്ദീപ് വാര്യർ എന്നിവരടക്കം 6 പേർക്കെതിരെയാണ് കേസെടുത്തത്. യുവതിയുടെ വ്യക്തിത്വം വെളിപ്പെടുത്തൽ, സ്ത്രീത്വത്തെ അപമാനിക്കൽ, ഭീഷണിപ്പെടുത്തൽ, ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെ ദുരുപയോഗം എന്നീ വകുപ്പുകളാണ് ചുമത്തിയിരുന്നത്. 2 വർഷം വരെ തടവ് ശിക്ഷ കിട്ടാവുന്ന വകുപ്പുകളാണിവ. മഹിളാ കോൺഗ്രസ് പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി രഞ്ജിത പുളിക്കനാണ് 1ാം പ്രതി. അഭിഭാഷക ദീപ ജോസഫ് എന്ന പേരുള്ള അതുപോലെ തന്നെ ദീപ ജോസഫ് എന്ന പേരുള്ള മറ്റൊരു അക്കൗണ്ട് ഉടമ എന്നിവരാണ് 2, 3 പ്രതികൾ. സന്ദീപ് വാര്യരുടെ ജാമ്യാപേക്ഷയിൽ വാദം കേൾക്കുന്ന നാളത്തേക്ക് മാറ്റിയിരിക്കുകയാണ്. ഏതായാലും രാഹുൽ ഈശ്വറിന് ജാമ്യം കിട്ടി. അദ്ദേഹം ഇനി പുറത്തേക്ക് വരികയാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.